ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏലിയൻ മൂവിയാണ്. അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായി അന്യഗ്രഹത്തിൽ നിന്ന് ഏലിയൻസ് വരികയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ ഡാനിയലും അവൻ്റെ വൈഫ് ലെസ്സിയും. ഇന്ന് അവരുടെ വീട്ടിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. ഗെറ്റ് ടുഗദറിന് മൂത്ത മകൻ ജെസ്സിയെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഫോണിൽ വിളിക്കുകയാണ് അമ്മ. എന്നാൽ കുറച്ച് കുറുമ്പ് കൂടുതലുള്ള ജെസ്സി തൻ്റെ കൂട്ടുകാരനോടൊപ്പം അവൻ്റെ വീട്ടിലിരുന്ന് പോൺ സിനിമ കാണുകയാണ്. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉടനെ അങ്ങോട്ടേക്കൊക്കെ പോകണമെന്നും പറഞ്ഞ് സൈക്കിളും എടുത്ത് ജെസ്സി തൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഗെറ്റ് ടുഗദറിന് ഡാനിയലിൻ്റെ ബന്ധുക്കളും വീടിനടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുകയായിരുന്നു. ഡാനിയലിൻ്റെ ഇളയ മോൻ സാമി എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞ് ആ മൊമെൻറ്റ് വൈബാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടയിൽ കുറുമ്പുകാരനായ ജെസ്സി മോണിക്ക എന്ന പെൺകുട്ടിയെ ഇതിനിടയിൽ വളയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഡാനിയൽ തൻ്റെ വൈഫായ ലെസ്സിയുടെ അടുത്ത് വന്ന് പറയും, എന്താ നീ ബിസിയാണെന്ന് തോന്നല്ലോ എന്ന്. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുണ്ട്, നീ കിടന്നോ ഹണി. ലെസ്സി ഒരു പ്രൈവറ്റ് കമ്പനിയിലെ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റായി വർക്ക് ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം ചേട്ടൻ ജെസ്സി തൻ്റെ റൂമിലിരുന്ന് സാൻമാൻ്റെ ഒരു കഥ വാക്കി ടോക്കിയിലൂടെ മറ്റൊരു റൂമിലുള്ള അനിയൻ സാമിക്ക് വായിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ലെസ്സി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ ഉടനെ തന്നെ തൻ്റെ മക്കളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങിക്കിടക്കുകയാണ്. അടുക്കളയിൽ പൂച്ച എന്തെങ്കിലും കയറിയോ എന്ന് അറിയാനായി വന്ന് നോക്കുമ്പോഴാണ് അടുക്കളയിൽ കുറേ അധികം സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. കൂടാത്തതിന് ഡോറും ആരോ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് ഡാനിയൽ വന്ന് പറയും, ഒരു പക്ഷേ വലിയ റെക്കൂണും വല്ലതും കയറിയതായിരിക്കും, അത് വലിയ കാര്യമാക്കണ്ട എന്ന്. ഡാനിയൽ തൻ്റെ പുതിയ ജോബിനായി ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാനായി പുതിയ കമ്പനിയിലേക്ക് പോവുകയാണ്. ലെസ്സി അവനെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടും. ഡാനിയൽ അങ്ങനെ തൻ്റെ പുതിയ കമ്പനിയിലേക്ക് പോയി പ്രൊജക്റ്റ് അവരുടെ മുന്നിൽ വെക്കുമെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് അത് ഇമ്പ്രസ്ഡ് ആകില്ല. ഡാനിയലിന് അങ്ങനെ ആ ജോലിയും കിട്ടില്ല. വിഷമിച്ച് തിരികെ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഡാനിയൽ കാണുന്നത് ഹൗസ് ലോൺ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന്. എന്നാൽ അപ്പോഴേക്കും ലെസ്സി വന്ന് ചോദിക്കും, ജോബിൻ്റെ കാര്യം എന്തായി ഹണി എന്ന്. ആ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടി ഹണി, അടുത്ത വീക്കിൽ തന്നെ ജോയിൻ ചെയ്തോളാൻ അവർ പറഞ്ഞു എന്ന് കള്ളം പറയും അവൻ ഭാര്യയോട്. എന്നാൽ അന്ന് രാത്രി ഡോറ് കൃത്യമായി ലോക്ക് ചെയ്ത ശേഷമാണ് അവൾ കിടക്കാനായി വരുന്നത്. അപ്പോഴാണ് ഇളയ മോൻ്റെ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവൻ പറയും, ചേട്ടൻ എനിക്ക് വാക്കി ടോക്കിയിലൂടെ സാൻമാൻ്റെ കഥ പറഞ്ഞു തരികയായിരുന്നു അമ്മ എന്ന്. ഇനി അധിക നേരം കഥ കേൾക്കണ്ട, കിടന്നുറങ്ങാൻ നോക്കുന്ന അവൾ പറയും. എന്നാൽ അന്ന് രാത്രിയും ഡൗൺ സ്റ്റെയറിൽ എന്തോ ശബ്ദം കേട്ട് ലെസ്സി താഴേക്ക് വരും. കുട്ടികളുടെ റൂമിൽ അവർ കിടന്നുറങ്ങുകയാണ്. താഴെ എത്തുമ്പോഴാണ് കാണുന്നത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ആരോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവൾ ഞെട്ടിപ്പോകും. അങ്ങനെ അവൾ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഇളയ മകൻ സാമി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മമ്മ എന്നോട് സാൻഡ്മാൻ വന്ന് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുമെന്ന്. എന്നാൽ മമ്മി പറയും, എടാ അതൊക്കെ വെറും കഥ മാത്രമാണ്, നീ രാത്രി സ്വപ്നം കണ്ടതാണ്, അതോർത്ത് പേടിക്കണ്ട എന്ന്. അടുത്ത ദിവസം രാവിലെ തന്നെ ഡാനിയൽ ഒരു പോലീസുകാരനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരും. അയാൾ വീടെല്ലാം ചെക്ക് ചെയ്ത ശേഷം പറയും, ഇവിടെ ഞാൻ യാതൊന്നും സസ്പീഷ്യസ് ആയി കാണുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ തമാശയ്ക്ക് ചെയ്തതായിരിക്കുമെന്ന്. എന്നാൽ ലെസ്സി അപ്പോൾ പറയും, ഇല്ല, കുട്ടികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. എന്നാൽ പോകാൻ നേരം ആ പോലീസുകാരൻ പറയും, നിങ്ങൾ എന്തായാലും വീട്ടിലൊരു അലാറം സെറ്റ് ചെയ്യും, അപ്പോൾ വീട്ടിനുള്ളിൽ ആരെങ്കിലും കയറുകയാണെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ എന്ന്. അതിനുശേഷം ജെസ്സി ജോബിനായി പോകുകയാണ്. എന്നത്തെയും പോലെ തൻ്റെ ക്ലയൻറ്റിനെയും കൊണ്ട് അവർക്കൊരു വീട് കാണിക്കാൻ വന്നിരിക്കുകയാണ് അവൾ. അതിനിടയിൽ ആ ക്ലയൻറ്റിൻ്റെ കുട്ടിക്ക് ശ്വാസതടസ്സം വരുമ്പോൾ അവൾ ഇൻഹെയിലർ എടുത്ത് കൊടുക്കും. അപ്പോഴവൾ നന്നായി പേടിക്കുന്നത് ലെസ്സി ശ്രദ്ധിക്കും. ലെസ്സി അവളോട് പറയും, പേടിക്കേണ്ട, ഇത് മാറിക്കോളും. എൻ്റെ മൂത്ത മകൻ കുഞ്ഞായിരുന്നപ്പോൾ അവനും ശ്വാസതടസ്സം ഉണ്ടായിരുന്നു, എന്നാൽ വലുതായപ്പോൾ അത് മാറി. കുഞ്ഞായിരിക്കുമ്പോൾ ഇതൊക്കെ വരുന്നത് സർവ്വസാധാരണമാണെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. രാത്രി ഡാനിയൽ വീട്ടിൽ ലോക്കൊക്കെ വെച്ച ശേഷം വൈഫിനോടൊപ്പം ഇരുന്ന് TV കാണുകയാണ്. എന്നാൽ അതിനിടയിൽ ഡാനിയൽ വൈഫിനോട് പറയും, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമാണ്, എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്ന്. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ വൈഫ് ദേഷ്യപ്പെട്ടിട്ട് പറയും, നിനക്ക് ജോലി കിട്ടാത്തതിലല്ല വിഷമം, നീ എന്തിനാ ഡാനിയൽ എന്നോട് കള്ളം പറഞ്ഞതെന്ന്. ഇതേ സമയവും ചേട്ടൻ ജെസ്സി രാത്രി അനിയൻ സാമിക്ക് വാക്കി ടോക്കിയിലൂടെ സാൻഡ്മാൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനിടയിൽ സാമി ചേട്ടനോട് ചോദിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും റൂമിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, അവർ തമ്മിൽ വഴക്കാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല, നീ പേടിക്കാതെ കിടന്നുറങ്ങാൻ ചേട്ടൻ അനിയനോട് പറയും. എന്നാൽ അന്ന് രാത്രി വീട്ടിൽ ആരോ കയറിയെന്ന അലാറം വന്ന ഉടനെ തന്നെ ഡാനിയൽ താഴേക്ക് വന്ന് നോക്കുമെങ്കിലും അവിടെ എങ്ങും തന്നെ ആരെയും കാണില്ല. വൈഫ് ലെസ്സിയും ഉടനെ താഴേക്ക് ഓടി വരും. എന്നാൽ അവർ രണ്ടുപേരും ആരെയും കാണില്ല. എന്നാൽ ലോക്കർ സെക്യൂരിറ്റി റൂമിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ പാസ്വേഡ് ആരോ മാറ്റിയിട്ടുണ്ട് സാർ എന്ന് വിളിച്ച് പറയും. ഇതേ സമയം ലെസ്സി പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് സാമി അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് തങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഫോട്ടോസൊക്കെ ആരോ എടുത്ത് മാറ്റി എന്നവർ കാണുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ആ പോലീസ് ഓഫീസറിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ അയാൾ പറയും, ഇതിനകത്ത് ആരും കയറിയിട്ടുള്ളതായൊന്നും തെളിവില്ല എന്ന്. എന്നാൽ ലോക്കർ സെക്യൂരിറ്റിക്കാരന് വന്ന് പറയും, സാർ ഇത് ഈ ലോക്കിൻ്റെ എന്തോ മാൽഫങ്ഷൻ ആണ് എന്ന്. എന്നാൽ അതിനുശേഷം ഡാനിയലും ഭാര്യയും കൂടി തങ്ങളുടെ മക്കളെ വിളിച്ച്
നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ പറ, അച്ഛനും അമ്മയും വഴക്ക് പറയില്ല എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഇളയ മകൻ പറയും, അമ്മ ഇതെല്ലാം ചെയ്യുന്നത് സാൻഡ്മാനാണ്, സാൻഡ്മാൻ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഡാനിയൽ ഉടനെ തന്നെ തൻ്റെ ഇളയ മകൻ സാമിയുടെ കബോർഡിലേക്ക് ചെന്ന് അതിനുള്ളിൽ അവൻ ഫോട്ടോസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. എന്നാൽ അപ്പോഴേക്കും ലെസ്സി അങ്ങോട്ടേക്ക് വന്ന് പറയും, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് സാമി ഈ സാൻഡ്മാൻ്റെ കഥ എന്നോടും പറഞ്ഞിരുന്നു. ഞാനപ്പോൾ കരുതിയിരുന്നത് അവന് ചേട്ടൻ പറഞ്ഞു കൊടുത്ത കഥയുടെ ബാക്കിയാണ്, അവൻ സ്വപ്നം കണ്ടതായിരിക്കുമെന്നാണ്. എന്നാൽ അതിനിടയിൽ ഡാനിയലിൻ്റെ ചെവിയുടെ ബേക്കിൽ നിന്ന് അവൻ എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നും. അവൻ വൈഫിനോട് പറയും, എൻ്റെ ചെവിയുടെ പിന്നിൽ എന്തോ ഇൻസെക്റ്റ് കടിച്ചു എന്ന് തോന്നുന്നു എന്ന്. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഡാനിയൽ തൻ്റെ മകൻ്റെ മൈൻഡൊന്ന് കൂളാവാനായി അവനെയും കൊണ്ട് പാർക്കിൽ പോകും. എന്നാൽ കുട്ടികളോടൊപ്പം കളിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് പാൻറ്റിലൂടെ മൂത്രമൊഴിക്കും. എന്താ മോനെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഡാനിയൽ അലറി വിളിക്കാൻ തുടങ്ങും. അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അവൻ്റെ അലർച്ച കേട്ട് പേടിച്ചു പോകും. ഡാനിയൽ അപ്പോൾ തന്നെ ഈ കാര്യം തൻ്റെ വൈഫിനെ വിളിച്ച് പറയും. ഇതിനിടയിൽ ഇളയ മകൻ്റെ റൂം വൃത്തിയാക്കുന്നതിനിടയിൽ അവൻ വരച്ച ഒരു ചിത്രം കിട്ടും. അവനെ ആരോ പുറത്തേക്ക് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു ആ ചിത്രത്തിലുണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് ജന്നാലയുടെ അവിടെ എന്തോ ശബ്ദം കേട്ട് അവൾ വന്ന് നോക്കുമ്പോഴാണ് പുറത്തൊരു പക്ഷി ചത്തുകിടക്കുന്നത് കാണുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് ഓർത്തു നിൽക്കുമ്പോഴേക്കും വേറെ കുറേ അധികം പക്ഷികൾ അങ്ങോട്ടേക്ക് വന്ന് അവിടെ ചത്തു വീഴുകയാണ്. 10,000-കണക്കിന് പക്ഷികൾ അപ്പോഴേക്കും അവരുടെ വീടിനടുത്തേക്ക് വന്ന് ചത്തു വീണിരുന്നു. നാഷണൽ സെക്യൂരിറ്റി ടീം അപ്പോഴേക്കും അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവൾ ഈ കാര്യം ഉടനെ ഡാനിയലിനെ വിളിച്ച് പറയും. ഡാനിയലിനോട് സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറയും, എന്താണ് ഇതിന് റീസണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാമെന്ന് ഉദ്യോഗസ്ഥ ഡാനിയലിനോട് പറയും. അതിനുശേഷം അന്ന് ഈവനിങ് അവർ 2 പേരും സാമിയോട് ചോദിക്കും, മോൻ എന്തിനാ പാർക്കിൽ വെച്ച് ഉച്ചത്തിൽ കരഞ്ഞതെന്ന്. എന്നാൽ അവൻ പറയും, ഞാനതിന് പാർക്കിൽ ഇന്ന് പോയില്ലല്ലോ എന്ന്. അവൻ അന്ന് പാർക്കിൽ പോയതും മൂത്രമൊഴിച്ചതും ഉച്ചത്തിൽ കരഞ്ഞതും ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം അവരെല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ അന്നും 12 മണിയാവുമ്പോൾ ഡൗൺ സ്റ്റേഴ്സിൽ ശബ്ദം കേട്ട് ലെസ്സി താഴേക്ക് വന്ന് നോക്കുമെങ്കിലും ആരെയും കാണില്ല. അവൾ തിരികെ മുകളിലേക്ക് പോകാനായി നോക്കുമ്പോഴാണ് തൻ്റെ ഇളയ മകൻ്റെ റൂമിൽ എന്തോ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആ റൂമിനുള്ളിൽ ആരോ ഒരാൾ നിൽക്കുന്നത് കണ്ടത്. അവൾ ആദ്യം ഒന്ന് ഭയന്നു പോകും. എന്നാൽ അതിനുശേഷം ലൈറ്റിട്ട് നോക്കുമ്പോഴാണ് റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഡാനിയലും അങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ അവരുടെ ഇളയ മകൻ സാമിയെ ബെഡിൽ കാണാത്തത് കൊണ്ട് തന്നെ അവർ പേടിച്ച് വീട് മുഴുവൻ നോക്കും. എന്നാൽ വീടിൻ്റെ ലോക്ക് മാറ്റാതെ സാമി പുറത്ത് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. ലോക്ക് തുറക്കാതെ ഇവൻ എങ്ങനെ പുറത്തിറങ്ങിയെന്നും പറഞ്ഞ് ഡാനിയൽ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ഒരു ബോധവുമില്ലാതെ സാമി അവനോട് ചോദിക്കും, അച്ഛാ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. കുഞ്ഞിന് ഒന്നും തന്നെ ഓർമ്മയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം വൈഫ് ഡാനിയലിനോട് പറയും, നിങ്ങൾക്കറിയാമോ, ഞാൻ മകൻ്റെ റൂമിൽ ആദ്യം ചെന്നപ്പോൾ അവിടെ ഏലിയനെ പോലെ ഒരാൾ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന്. എന്നാൽ അവൾ പറയുന്നതൊന്നും ഡാനിയൽ വലിയ കാര്യമാക്കില്ല. എന്നാൽ അപ്പോഴേക്കും ഡാനിയലിൻ്റെ ചെവിയുടെ ബേക്കിലുണ്ടായിരുന്ന ആ മുറിവ് കൂടി വന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവരുടെ മൂത്ത മകൻ ജെസ്സി തൻ്റെ അമ്മ വിൽക്കാനിട്ടിരിക്കുന്ന വീട്ടിൻ്റെ ലോക്ക് ആരും അറിയാതെ തുറന്ന് കയറും. എന്നിട്ട് അവൻ കുറേ നേരം അവിടെ കളിച്ച ശേഷം അവൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം അങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യും. അവർ 2 പേരും കുറേ അധികം സംസാരിച്ച ശേഷം അവൻ ഒടുവിൽ അവളെ വളച്ചെടുക്കും. എന്നാൽ കുറച്ചു നേരം സംസാരിച്ച ശേഷം കൂടുതലൊന്നും ആലോചിക്കാതെ അവൻ അവളെ അവിടെ വെച്ച് കിസ് ചെയ്യുകയാണ്. അവളെ കിസ് ചെയ്തതൊക്കെ ആലോചിച്ച് സന്തോഷത്തിൽ സൈക്കിൾ ചവിട്ടി രാത്രി വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഓഫായി കിടക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അവന് ചെറിയ എന്തോ പേടി തോന്നും. അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരും. എന്നാൽ അന്ന് രാത്രി ഡാനിയലും ഭാര്യയും തങ്ങളുടെ വീട്ടിൽ CCTV ഒക്കെ വെച്ച് രാത്രി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ലെസ്സിക്ക് ഉറക്കം വന്ന് അവൾ പോയി കിടന്നുറങ്ങും. ഡാനിയൽ അപ്പോഴേക്കും വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം ഉറക്കം വരാതിരുന്ന സ്വാമി വാക്കി ടോക്കിയിലൂടെ ചേട്ടനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ എന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുമോ എന്ന്. എന്നാൽ ചേട്ടൻ പറയും, നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, സമാധാനത്തിൽ കിടന്നുറങ്ങുമോനെ എന്ന്. എന്നാൽ രാത്രി മുഴുവൻ CCTV ക്യാമറ നോക്കിയിരുന്ന് ഡാനിയലും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ എണീച്ച ഡാനിയൽ CCTV ക്യാമറ വീണ്ടും ചെക്ക് ചെയ്യുകയാണ്, രാത്രി താൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കാൻ. എന്നാൽ അപ്പോഴാണ് ഡാനിയൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. രാത്രി 12 മണി കഴിയുമ്പോൾ പെട്ടെന്ന് ഓരോ ക്യാമറകളായി മിന്നിമറയാൻ തുടങ്ങും. ഇതിലെന്തോ ഒരു അപാകതയുണ്ടെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിലാകും. അവന് വല്ലാത്ത പേടിയും തോന്നും. എന്നാൽ രാത്രി സുഖമായി ഉറങ്ങിയ ലെസ്സി തൻ്റെ ക്ലയൻറ്റിനെയും കൊണ്ട് പുതിയൊരു വീട് കാണിക്കാനായി വന്നിരിക്കുകയാണ്. അങ്ങനെ ക്ലയൻറ്റിന് വീടൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ലെസ്സിയുടെ ശബ്ദമൊക്കെ മാറാൻ തുടങ്ങും. ലെസ്സിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറാൻ തുടങ്ങുന്നത് കാണുന്ന അവിടെ ഉണ്ടായിരുന്ന ക്ലയൻസിന് ഇതൊക്കെ കണ്ട് പേടിയാകും. പെട്ടെന്ന് അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിലേക്ക് പോയി ശക്തമായി തല കൊണ്ടിടിക്കാൻ തുടങ്ങും. കണ്ണ് തുറക്കുമ്പോൾ ലെസ്സി ഉണ്ടായിരുന്നത് തൻ്റെ ബെഡിലാണ്. തനിക്ക് അവിടെ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൾക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ കണ്ണാടിയിൽ വന്ന് തൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ് താൻ തല കൊണ്ടിടിച്ച സ്ഥലമെല്ലാം പൊട്ടിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അപ്പോഴേക്കും അവളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയും,
ലെസ്സി, നീ എന്താണ് ക്ലയൻസിൻ്റെ മുന്നിൽ വെച്ച് കാണിച്ചത്? നിനക്ക് എന്തോ പറ്റിയിരിക്കുന്നു. തൽക്കാലം നിനക്ക് റെസ്റ്റ് വേണം. അതുകൊണ്ട് നീ കുറച്ച് ദിവസം ജോബിന് വരണ്ട. എല്ലാം ഓക്കെ ആയ ശേഷം ജോലിക്ക് വന്നാൽ മതിയെന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും. എന്നാൽ എന്താണ് തൻ്റെ വീട്ടിലും തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ലെസ്സി ഇതെല്ലാം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. തൻ്റെ വീട്ടിൽ കൂട്ടത്തോടെ വന്ന് പക്ഷികൾ ചത്തുപോയതും തൻ്റെ വീട്ടിൽ രാത്രി ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസും തൻ്റെ മകൻ അടുത്തിടെ വരച്ച പടവും എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഏലിയൻസിൻ്റെ പ്രസൻസ് ഉള്ള വീട്ടിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അവൾ നെറ്റിൽ കാണും. ഇതുകൊണ്ട് ആ പാവം പേടിച്ച്. എന്നാൽ അന്ന് രാവിലെ ഒരു ഇൻ്റർവ്യൂവിന് പോയ ഡാനിയലിൻ്റെ പ്രോജക്റ്റ് ഇഷ്ടമായ കമ്പനി മാനേജർ ഡാനിയലിനെ അവിടുത്തെ ആർക്കിടെക്റ്റായി ജോബിനെടുക്കും. ഡാനിയലിന് ഇത് വളരെയധികം സന്തോഷമാകും. ഡാനിയൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന് തൻ്റെ വൈഫിനോട് കാര്യം പറയും. എന്നാൽ ഡാനിയൽ വളരെ സന്തോഷത്തിലായതുകൊണ്ട് തന്നെ അവൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത കാര്യമൊന്നും ഡാനിയലിനോട് പറയില്ല. എന്നാൽ അന്ന് രാത്രി തങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം തന്നോടൊപ്പം കിടന്നുറങ്ങിയ ഡാനിയലിനെ കാണാതെ ലെസ്സി താഴേക്ക് വരികയാണ്. എന്നാൽ അപ്പോഴാണ് ഡാനിയൽ വീടിന് പുറത്ത് നിൽക്കുന്നത് അവൾ കാണുന്നത്. ഡാനിയൽ എന്ത് സംഭവിച്ചു എന്ന് ഓർത്ത് അവൾ ഉടനെ ഡാനിയലിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഡാനിയൽ സ്റ്റക്കായതുപോലെ നിൽക്കുകയാണ്. എന്താ ഡാനിയൽ, നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡാനിയൽ വാ തുറന്ന് നിൽക്കുകയാണ്. അവൻ്റെ വായുടെ ഉള്ളിൽ നിന്ന് കുറേ അധികം ബ്ലഡും വരുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ച് വീടിൻ്റെ CCTV ക്യാമറ ചെക്ക് ചെയ്യുകയാണ്. എന്നാൽ അത് കണ്ട ശേഷം ഡാനിയൽ വൈഫിനോട് പറയും, എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയതോ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതോ ഒന്നും തന്നെ ഓർമ്മയില്ല. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. ലെസ്സി അപ്പോൾ ഞാനിന്ന് ഓഫീസിൽ പോയപ്പോൾ എനിക്കും ബോധമില്ലാതെ ഒരു കണ്ണാടിയിൽ കൊണ്ടുപോയി എൻ്റെ തല ഇടിച്ചു എന്ന് പറയും. എന്നിട്ട് അവൾ പറയും, നിങ്ങൾ പേടിക്കില്ല എങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ ഈ നടന്നതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏലിയൻസിൻ്റെ വീട്ടിലെ പ്രസൻസ് ഉള്ള വീട്ടിലെ കുട്ടികൾ വരച്ച ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് കിട്ടി. ആ ഫോട്ടോസും നമ്മുടെ ഇളയ മകൻ വരച്ച ഫോട്ടോയും ഒരുപോലെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ ഏലിയൻസിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. ഏലിയൻസ് നമ്മുടെ ഇളയ മകനെ കൊണ്ടുപോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറയും. എന്നാൽ നീ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നതെന്നും പറഞ്ഞ് അവൻ അവളോട് ദേഷ്യപ്പെടും. എന്നാൽ അടുത്ത ദിവസം രാവിലെ സാമിയെയും കൊണ്ട് നെയ്ബേഴ്സ് ഒരു പൂൾ പാർട്ടിക്ക് കൊണ്ടുപോകും. പൂളിലെത്തി അവൻ്റെ ഡ്രസ്സ് ഊരുമ്പോഴാണ് അവർ കാണുന്നത് അവൻ്റെ ശരീരത്തെല്ലാം അടി കൊണ്ട മാർക്കുകൾ. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകും. അവർ സാമിയോട് ചോദിക്കും, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഉപദ്രവിക്കുമോ എന്ന്. അവൻ ഇല്ല എന്ന മറുപടി പറയും. ഇതേ സമയം ജെസ്സിയും അവൻ്റെ കൂട്ടുകാരനും കൂടി ഒരു കാട്ടിൽ ഹൈക്കിങ്ങിനായി വരും. ഹൈക്കിങ്ങിനിടയിൽ അവർ രണ്ടുപേരും തമാശ കളിച്ച് ഓടും. ജെസ്സി ഓടി ഓടി കാട്ടിനുള്ളിലെത്തും. എന്നാൽ കാട്ടിനുള്ളിലെത്തിയ ശേഷം പെട്ടെന്ന് അവൻ്റെ സ്വഭാവമെല്ലാം മാറി അവൻ ഉച്ചത്തിൽ അലറി വിളിക്കാനായി തുടങ്ങും. ജെസ്സി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർ വന്ന് അവരോട് പറയും, നിങ്ങളുടെ മകൻ്റെ ദേഹത്തെല്ലാം അടികൊണ്ട പാടുകളാണെന്ന്. ജെസ്സിയുടെ ശരീരത്തും അടികൊണ്ട പാടുകളുണ്ടായിരുന്നു. നിങ്ങൾ അവരെ അടിച്ചിട്ടുണ്ടോ എന്ന് പാരൻസിനോട് ചോദിക്കും. എന്നാൽ അവർ രണ്ടുപേരും ഞങ്ങൾ എൻ്റെ മക്കളെ തൊടാറ് പോലുമില്ല എന്ന് പറയും. എന്നാൽ ഡോക്ടർ പറയും, ഞാൻ എന്തായാലും ഈ കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, അവർ അന്വേഷിക്കട്ടെ എന്ന് പറയും. എന്നാൽ ദേഷ്യത്തോടെ ഡാനിയൽ ജെസ്സിയുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്ന്, നീയാണല്ലേ എൻ്റെ മകനെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞ് അവനെ അടിക്കും. എന്നാൽ അവൻ്റെ അച്ഛൻ നിൻ്റെ മകനും എൻ്റെ മകനും നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയും. എന്നിട്ട് ഒരു നിവർത്തിയുമില്ലാതെ ഡാനിയലിൻ്റെ മുഖത്ത് നല്ല ഇടി കൊടുക്കും. വീട്ടിലെത്തിയ ഡാനിയലിനോട് തൻ്റെ കൂട്ടുകാരനെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ ജെസ്സി പിണങ്ങിപ്പോകും. എന്നാൽ അതിനുശേഷം ഡാനിയലിനോട് ലെസ്സി പറയും, ഇനിയെങ്കിലും നിങ്ങളൊന്ന് വിശ്വസിക്കുക, ഇതിനെല്ലാം പിന്നിൽ ഏലിയൻസ് ആണ്, അല്ലാതെ ഒരു സാധാരണ വീട്ടിൽ ഇത്രയും അപരിചിതമായ കാര്യങ്ങൾ നടക്കുമോ എന്ന്. എന്നാൽ തൻ്റെ ഭാര്യ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ അന്ന് മുഴുവൻ അവൻ CCTV ക്യാമറയിൽ നോക്കി നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് തൻ്റെ ഇളയ മകൻ്റെ റൂമിൽ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വരുന്നത്. ഉടനെ തന്നെ ഡാനിയൽ തൻ്റെ ഇളയ മകൻ്റെ റൂമിലേക്ക് ചെന്ന് അവനെ വിളിക്കുമ്പോഴാണ് അവനൊരു പ്രേതത്തെ പോലെ എണീച്ച്, എന്താ അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നത്. പേടിച്ചരണ്ടു പോയ ഡാനിയൽ ഉടനെ ഓടി തൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്ന് പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഇതിന് പിന്നിൽ ഏലിയൻസ് ആയിരിക്കുമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അടുത്ത ദിവസം ഏലിയൻസിനെ പറ്റി അന്വേഷിക്കാനായി റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലും. റോബർട്ട്സൺ അവരോട് പറയും, ഏലിയൻ വന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാണ്. ഏലിയൻ അങ്ങനെയൊന്നും സാധാരണ ആളുകളുടെ ലൈഫിൽ വരാറില്ല. ആദ്യം നിങ്ങൾ പറയുന്നത് ഏലിയൻ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു ബുക്ക് അവർക്ക് കൊടുക്കും. നിങ്ങളുടെ കുട്ടികളിൽ ആരെങ്കിലും വീടിന് പുറത്തേക്ക് അവനെ ഒറ്റയ്ക്ക് കൈപിടിച്ച് നടത്തുന്നതായി ഒരു ചിത്രം വരച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതെ എന്നവർ പറയും. എന്നിട്ട് ഡാനിയലിൻ്റെ വൈഫ് പറയും, കുറേ അധികം പക്ഷികൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചത്തു വീണിരുന്നു. കൂടാതെ ഞങ്ങളുടെ ലൈഫിൽ കുറേ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് റോബർട്ട്സൺ പറയും, നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിരിക്കുന്നത് ഏലിയൻസ് ആണ്. പിന്നെ ആദ്യമായി ഇത് എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ ഇളയ മകനല്ലേ? തീർച്ചയായും ഏലിയൻസ് നിങ്ങളുടെ ഇളയ മകനെ തട്ടിക്കൊണ്ടു പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഏലിയൻസ് വരുമ്പോൾ നിങ്ങൾ ഫാമിലി ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് അതിന് തോന്നണം. നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാതിരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് രക്ഷിക്കാമെന്ന് പറയും.
എന്നാൽ അന്ന് രാത്രി അവർ വീട്ടിലേക്ക് വന്ന ശേഷം തങ്ങളുടെ മകനെ ഏലിയൻസിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവർ എല്ലാവരും ഫാമിലിയായി റൂമിൽ ഒറ്റക്കെട്ടായി ഇരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ട് ലെസ്സി തൻ്റെ കുഞ്ഞുങ്ങളെയും എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഡാനിയലാകട്ടെ ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി ഗണ്ണും എടുത്ത് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവരുടെ വീടിനകത്തെല്ലാം ഒരു പ്രകാശം വരാൻ തുടങ്ങും. ഡാനിയൽ അതിന് നേരെ വെടിവെക്കും. ഡാനിയൽ എന്നിട്ട് ഉടനെ തന്നെ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകും. എന്നാൽ ജെസ്സി ഈ ലൈറ്റ് കണ്ട് പേടിച്ച് തൻ്റെ അച്ഛൻ്റെയും അമ്മയെയും ഉപേക്ഷിച്ച് അവൻ വീടിനുള്ളിലേക്ക് പോകും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഏലിയൻസ് അവരുടെ അടുത്തേക്ക് വരും. ഒരു ഏലിയൻ മാത്രമല്ലായിരുന്നു, ഏലിയൻസ് കൂട്ടത്തോടെ വരും. ജെസ്സി മാത്രം ഒറ്റയ്ക്കായി പോകും. എന്നാൽ ജെസ്സിക്ക് പെട്ടെന്ന് മൈൻഡ് ഔട്ടായി ജെസ്സി മറ്റെവിടെയാണെന്ന് അവന് തോന്നും. തൻ്റെ അനിയനാണെന്നും കരുതി അവൻ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കും. എന്നാൽ അപ്പോഴേക്കും ഏലിയൻസ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഏലിയൻസ് ജെസ്സിയെയും കൊണ്ട് അവരുടെ ലോകത്തേക്ക് അവസാനം പോകുകയാണ്. അങ്ങനെ ജെസ്സി പോയി 3 മാസങ്ങൾ കഴിയും. ജെസ്സി പോയ കാര്യം അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. അവർ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെസ്സിയുടെ പഴയ ഫോട്ടോസൊക്കെ അവൻ്റെ അമ്മ കാണുന്നത്. എന്നാൽ പെട്ടെന്ന് ജെസ്സിയുടെ വാക്കി ടോക്കിയിലൂടെ ജെസ്സി തൻ്റെ അനിയനെ എവിടെ നിന്നോ കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും വേണം.